ഞാൻ ആദ്യം ഈ ചാനലിൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് പ്രഗ്നൻസി റിലേറ്റഡും ബേബീസിൻ്റെ ഗ്രോത്തിനൊക്കെ പറ്റിയിട്ടായിരുന്നു. കാരണം അന്ന് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്തായിരുന്നു ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതും. എൻ്റെ എക്സ്പീരിയൻസുകളും എൻ്റെ തോന്നലുകളും അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ കൂടുതൽ ഷെയർ ചെയ്യാറ്. അപ്പോൾ ആ സമയത്ത് എപ്പോഴും ഞാൻ ബേബി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കമൻറ്റ്സ് ഇടുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ചെറിയ മക്കൾക്ക് നമ്മൾ എപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബുക്സ് ആണെന്നും ആ ബുക്സ് അവരെ എത്രത്തോളം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ ബ്രെയിനിനെ ആണെങ്കിലും അവരുടെ ക്യാരക്ടറിനെ ആണെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. എൻ്റെ മൂത്ത മകൾക്ക് ഞാൻ അത്രയധികം ബുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവളിപ്പോഴും നന്നായിട്ട് അവളുടെ പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ അവൾ ഭയങ്കര ഷാർപ്പാണ്. അപ്പം ഇപ്പോഴുള്ള മകളുടെ ബുക്സ് ആണെങ്കിലും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ ബോർഡ് ബുക്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ അവൾക്ക് 3 വയസ്സായി. ഇപ്പോൾ നഴ്സറിയിലേക്ക് പോകണം, ജൂൺ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക്ഷീറ്റിൻ്റെ ഒരു ബുക്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് വന്ന്. ഇത് പ്രൊമോഷനൊന്നും അല്ല. കാരണം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നോ അതുപോലെ ആയിരിക്കും അവരുടെ വളർച്ചയിൽ, അതായത് സ്വഭാവ ബിഹേവിയർ ആണെങ്കിലും അവരുടെ പഠന കാര്യങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നോ അതുപോലെ ആയിരിക്കും അവർ. അപ്പോൾ ഞാൻ ACE വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഒരു ബുക്കാട്ടോ. ഇത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്താട്ടോ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതും, ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യുക, ഇതേപോലെ പേപ്പർ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക, ഇതുപോലെ സ്ക്രിബിൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് കുട്ടികളെ ഒരിക്കലും നമ്മൾ ഫോഴ്സ്ഫുള്ളി പഠിപ്പിക്കാതെ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ പേജിൽ ഓരോ കാര്യങ്ങളായിരിക്കും ഉണ്ടാവും കേട്ടോ. പിന്നെ കുറേ ഇങ്ങോട്ട് എത്തിയപ്പം ABCD ഇങ്ങനെയുള്ള കാര്യങ്ങൾ കളർ ചെയ്യാനും അവർ ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇത് പഠിക്കാനും ഇത് മനസ്സിലാക്കേണ്ടിയും പ്രായമായി തുടങ്ങി. 3 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇതുവകയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. പാട്ട്, റൈംസ്, ഇങ്ങനെയുള്ളൊരു പേപ്പർ സഞ്ചി പോലത്തെ ഒരു കവറിലാണ് സംഭവം വരും. ഇതിൽ 3-4 ബുക്സ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആവും എന്ന് വിശ്വസിച്ചിട്ടാണ് ഇത് പറയുന്നത്. നമ്മൾ കുഞ്ഞുങ്ങൾ ജൂണിലാണ് അവർ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ജൂൺ തൊട്ട് അവർ പഠിക്കട്ടെ എന്നല്ല ചിന്തിക്കേണ്ടത്. അതിനു മുമ്പേ അവർ കുറച്ച് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിപ്പിക്കാൻ പാരൻസ് തയ്യാറായി വരണം. ഇല്ലെങ്കിൽ അവരുടെ ആ ഒരു കരിക്കുലം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവും. കാരണം അവർക്ക് മറ്റുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ ഓടാൻ പറ്റില്ല. ടീച്ചേഴ്സ് അവരെ ഒരു വർഷത്തിൽ പഠിപ്പിച്ച് തീർക്കണം. അതുകൊണ്ട് തന്നെ അവർ ഓടും. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ഓടാൻ പറ്റണമെന്നില്ല. അപ്പോൾ കുഞ്ഞു ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ കൈക്ക് നല്ല ബലം ഉണ്ടാവും. അവർക്ക് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആവും. അവരുടെ ബ്രെയിൻ ഷാർപ്പാവും. ഈ ബുക്സ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി തുടങ്ങും. അപ്പം ഞാൻ മൂത്ത മോൾക്ക് വാങ്ങിയ ബുക്ക് തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ ആൾക്ക് ഇത് വാങ്ങിയ സമയത്ത് എനിക്ക് തോന്നി കുറച്ച് പേരെങ്കിലും ആ ഒരു കുറേ വീഡിയോസ് കണ്ടിട്ട് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാൻ താല്പര്യമായിട്ട് പറഞ്ഞതാട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും മക്കൾ പഠിക്കാനായിട്ടുള്ള മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർക്ക്ഷീറ്റ് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കാം കേട്ടോ. ഈ ഒരു കമ്പനി തന്നെ ആവണമെന്നില്ല. ഇതുപോലത്തെ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അവരെ പഠനത്തെ ഒരുപാട് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും.